കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ അതിജീവിത കോഴിക്കോട് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങി. മൊഴിയെടുത്ത ഡോക്ടർക്കെതിരായ പരാതിയിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്തതിനെ തുടർന്നാണ് അതിജീവിത പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. നിരന്തരം നീതി നിഷേധിക്കപ്പെടുന്നതിൽ നിരാശയുണ്ടെന്നും പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നും അതിജീവിത കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. 2023 ജൂലൈ 26 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലെ അതിജീവിത ഡോക്ടർ KV പ്രീതിക്കെതിരെ കമ്മീഷണർക്ക് പരാതി നൽകുന്നത്. തൻ്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയില്ല എന്നുള്ളതും ഒപ്പം തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ ഈ വിഷയത്തിൽ പ്രതികൾക്കെതിരെ ശേഖരിച്ചില്ല എന്നുള്ളതുമായിരുന്നു അവരുടെ പരാതി. ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തി. എന്നാൽ പിന്നീട് ഇവരുടെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അതിജീവിത പലതവണ പോലീസിനെ, കമ്മീഷണറെ ഒക്കെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതേ തുടർന്ന് അവർ വിവരാവകാശ കമ്മീഷണർക്ക് അപ്പീൽ നൽകി. അതിലും ഫലം കണ്ടില്ല. അവസാനം ഇപ്പോൾ അവർക്ക് സമരരംഗത്ത് ഇറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സമരരംഗത്ത് ഇറങ്ങേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് അതിജീവിത തന്നെ പ്രതികരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ? പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നു, പ്രത്യേകിച്ച് ഒരു പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അതിജീവിതയ്ക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം. ഇറങ്ങാൻ തന്നെ വളരെ സങ്കടകരമാണ്. ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു കാഴ്ചവസ്തുവായിട്ട് ഇരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ടും ആ റിപ്പോർട്ട് എനിക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഈ സമരം എങ്ങനെയാണ് ഇനി അടുത്ത ദിവസം തുടരുമോ, അല്ലെ ഇന്നൊരു സൂചനാ സമരം പോലെയാണോ നടത്തുന്നത്? എന്താണ്? അല്ല, റിപ്പോർട്ട് കിട്ടുന്നവരെ സമരം തുടരുമെന്നാണ്. അനിശ്ചിതകാലമാണ്. അതെ, അനിശ്ചിതകാല സമരമാണ് കരുതുന്നത്. പലതവണ ഞാൻ റിപ്പോർട്ടിന് ആവശ്യപ്പെട്ടിട്ട് അവർ തരാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിന് ഞാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഈ ഡോക്ടർക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് തരാത്തതിന് പിറകിലുള്ള കാരണം എന്തായിരിക്കും എന്ന് കരുതുന്നുണ്ടോ? അത് ഈ കേസ് എങ്ങനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ്. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫോഴ്സ് ഉണ്ടാവാം ഇത് റിപ്പോർട്ട് തരാതിരിക്കാൻ. എന്തായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരിക്കാമെന്നാണ് കരുതുന്നത് എന്ന് അതിജീവിത പറയുന്നു. ഒപ്പം തന്നെ അനിശ്ചിതകാലമായി ഈ സമരം തുടരുമെന്ന് പറയുമ്പോൾ ഈ സമരത്തിനൊപ്പം നിന്ന അതിജീവിതയ്ക്കൊപ്പം തുടക്കം മുതൽ തന്നെ ഈ പോരാട്ടത്തിൽ നിന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ നൗഷാദ് തെക്കയിലും ചേരുകയാണ്. ഈ ഒരു സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്ന സാഹചര്യം അത് എങ്ങനെയാണെന്ന് വിവരിക്കാം. ആദ്യമേ പറയട്ടെ, വളരെ നിരാശയും വളരെ വേദനയും ഉണ്ട്. നമ്മുടെ നിയമപരമായ ഒരുപാട് മാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിച്ച് അപേക്ഷ നൽകിയിട്ടും അതിൽ ഒരു നമുക്കൊരു ഗുണകരമായ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആ റിപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തു, പോലീസ് കമ്മീഷണർക്ക് കൊടുത്തു, അത് DGPക്ക് കൊടുത്തു, കുട്ടികളുടെയും വനിതകളുടെയും കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ നോഡൽ ഓഫീസറായ അർഷിത അട്ടല്ലൂരി ADGPക്ക് കൊടുത്തു. അവർ നിർദ്ദേശം കൊടുത്തിട്ട് പോലും ഇവർക്ക് റിപ്പോർട്ടുകൾ നൽകാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എങ്ങനെയാണ്? തീർച്ചയായിട്ടും അവർക്കൊക്കെ രേഖാമൂലവും ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസിൽ ചെന്നിട്ടും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇനി എന്താണ് ഭാവി പദ്ധതി? എന്താ? തീർച്ചയായിട്ടും സമാധാനപരമായി ഒരു പൗരൻ്റെ അവകാശം സ്ഥാപിക്കാൻ അനുവദിച്ച് കിട്ടാൻ ഏത് രീതിയിൽ സമരം ചെയ്യണമെന്നാണോ ഗാന്ധിജി പറഞ്ഞത്, അതേ രീതിയിൽ തന്നെ സമരവുമായിട്ട് ഞങ്ങൾ നീതി ലഭിക്കുന്നതുവരെ സമരം തുടരും. എന്തായാലും നീതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. നീതി ലഭിക്കാത്തതിൽ നിരാശയുണ്ടെന്ന് അതിജീവിതയും ഒപ്പം സമരസമിതി ഭാരവാഹികളും എല്ലാം തന്നെ പറയുകയാണ്. ഈ സമരം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.